ജയമെവിടെ മനുഷ്യാനൂതന സുഖമെവിടെ മരണമേ ജയമെവിടെ മനുഷ്യാനൂതന സുഖമെവിടെ മണിയറവാസം ചെയ്തിടുവാൻ മണവാളനെ മനമുരുകുന്നേ മണിയറവാസം ചെയ്തിടുവാൻ മണവാളനെ മനമുരുകുന്നേ സിയോൻ രാജ്യത്തിൽ പോയിടുവാൻ സിയോൻ രാജങ്ങൾ പാടിടുവേ സിയോൻ രാജ്യത്തിൽ പോയിടുവാൻ സിയോൻ രാജങ്ങൾ പാടിടുവേ. പ്രൈസ് ദി ലോർഡ്. കാൽപ്പാടുകൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇന്ന് നിങ്ങളോടൊപ്പം എനിക്കിങ്ങനെ ഒരു അവസരം ലഭിച്ചതിൽ ഞാൻ അതിയായി കർത്താവിൽ സന്തോഷിക്കുകയാണ്. എൻ്റെ പേര് ബിനോയ് ജോസഫ് എന്നാണ്. ഞാൻ താമസിക്കുന്നത് കോട്ടയം ജില്ലയിൽ എരുമേലി പഞ്ചായത്തിൽ ശ്രീനിപുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഞങ്ങൾ ആ സ്ഥലത്തിന് കനകപ്പലം എന്ന പേരാണ് പൊതുവെ പറയപ്പെടുന്നത്. ആ സ്ഥലത്ത് താമസിച്ചു. എൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് എരുമേലി പഞ്ചായത്തിൽ തന്നെയുള്ള ചേനപ്പാടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇന്ന് കനകപ്പലത്ത് 39 വർഷമായി കുടുംബമായി ഞങ്ങൾ താമസിച്ചു വരികയാണ്. എൻ്റെ കുടുംബാംഗങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. എനിക്ക് ചാച്ചനും അമ്മയും ഭാര്യയും 2 മക്കളുമാണ് ഉള്ളത്. എനിക്കൊരു ഇളയ സഹോദരിയുണ്ട്. അവൾ കുടുംബശ്രീയായി മറ്റൊരു സ്ഥലത്ത് താമസിക്കും. എൻ്റെ ചാച്ചനും അമ്മയും സാധാരണ കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. എൻ്റെ ഭാര്യ ഒരു ഹൗസ് വൈഫാണ്. 2 ആൺമക്കളാണുള്ളത്, ജോബറ്റ്, ജോയൽ. എൻ്റെ ഭാര്യ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നയാളാണ്. എൻ്റെ ജീവിത സാക്ഷ്യങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളോട് അല്പസമയം പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ അറിയാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായി. അന്ന് ഞാൻ രാഷ്ട്രീയത്തിലൊക്കെ മറ്റുള്ളവരോടൊപ്പം പ്രവർത്തിച്ച് നിരീശ്വരവാദമൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന ഒരു കാലഘട്ടം. ദൈവം ആരാണെന്നോ അദ്ദേഹം എങ്ങനെയുള്ളവനാണെന്നോ അദ്ദേഹത്തിന്റെ മനുഷ്യനോടുള്ള സമീപനം എന്താണെന്നോ അറിയാൻ കഴിയാതെ ലോകപ്രകാരം ജീവിച്ച് ദൈവത്തെ അറിയാൻ കഴിയാതെ ഒരു വല്ലാത്ത സാഹചര്യത്തിൽ ഞാൻ ജീവിച്ചു വന്ന ഒരു വ്യക്തിയാണ്. എന്റെ വിദ്യാഭ്യാസ കാലം കഴിഞ്ഞ് എന്റെ 19ാമത്തെ വയസ്സിൽ ഞാൻ വിവാഹിതനാവുകയാണ്. അതിനുശേഷം കുടുംബമായി ഞങ്ങൾ ഈ സ്ഥലത്ത് പാർത്തു വരുന്നു. ഞാൻ വിവാഹത്തിന് ശേഷവും ഈ രാഷ്ട്രീയവും സംഘടനാ പ്രവർത്തനവും ഒക്കെ ആയിട്ട് മുൻപോട്ട് പോകുമ്പോഴും എൻ്റെ മാതാവ് തൊട്ടടുത്തുള്ള ഒരു ആംഗ്ലിക്കൻ ചർച്ചിൽ വിശ്വാസിയായി പോയിക്കൊണ്ടിരുന്നു. എന്നാൽ അതിനോടൊന്നും തീരെ താല്പര്യമില്ലാതെ അമ്മയുടെ പ്രാർത്ഥനയും അതുപോലെ തന്നെ എന്നെ പള്ളിയിലേക്ക് വിളിക്കുന്ന കാര്യവുമൊക്കെ ഞാൻ തിരസ്കരിച്ച് പലപ്പോഴും നടന്നിട്ടാണ്. ഞാൻ വിശ്വസിച്ച പ്രത്യയശാസ്ത്രം, പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ എനിക്ക് കൂടുതൽ അതാണ് ശരിയെന്ന് തോന്നി ജീവിച്ച ഒരു സമയം. എന്നാൽ അതിന് ശേഷമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു പ്രതിസന്ധിയാണ് ദൈവത്തിങ്കലേക്ക് വരുവാൻ ഒരു മുഖാന്തരമായിട്ട്. അങ്ങനെ ഒരു പ്രശ്നത്തിലൂടെ എനിക്ക് നിലനിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും അതിനെ തുടർന്ന് വിശ്വാസത്തിലേക്ക് വന്ന് ഞാൻ എൻ്റെ അമ്മയോടൊപ്പം ആംഗ്ലിക്കൻ
ചർച്ചിൽ പോവുകയും എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ കുറച്ച് നാളുകൾ ആംഗ്ലിക്കൻ ചർച്ചിൽ ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തന്നെ എൻ്റെ അയൽവാസികളും സഹോദരങ്ങളും ഒക്കെ ആയിട്ടുള്ള ചില ആളുകൾ പെന്തക്കോസ്തിലെ വിശ്വാസികളാണ്. അവരിൽ ചിലർ ബൈബിൾ കോളേജുകളിൽ പഠിക്കുവാൻ പോയ ഒരു കാലഘട്ടം കൂടിയായിരുന്നു അന്ന്. ആ സമയത്ത് അവരെന്നെ ഈ വിശ്വാസത്തിലേക്ക് വരുന്നതിന് വേണ്ടി വളരെയധികം നിർബന്ധിച്ച ചില സമയങ്ങളുണ്ടായി. ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. നിങ്ങൾ വിശ്വസിക്കുന്ന ബൈബിൾ തന്നെ ആണ് ഞങ്ങളും വിശ്വസിക്കുന്നത്. നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നു, ഞങ്ങളും യേശുവിൽ വിശ്വസിക്കുന്നു. ഇതിനപ്പുറം എന്താണ്? ഞങ്ങളും പള്ളിയിൽ പോകുന്നുണ്ടല്ലോ എന്നൊക്കെയുള്ള ചില ഉപാധികൾ പറഞ്ഞ് അവരുടെ ആശയങ്ങളൊക്കെ നിരുത്സാഹപ്പെടുത്തിയെങ്കിലും എൻ്റെ ഒരു സഹോദരൻ എനിക്ക് ബൈബിൾ കോളേജിൽ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ഷണം എന്നോട് പറഞ്ഞപ്പോൾ ഞാനത് എൻ്റെ വീട്ടിൽ വന്ന് അമ്മയോട് പറഞ്ഞു. എനിക്ക് ആ സമയത്ത് 2 കുഞ്ഞുങ്ങളുണ്ട്, 3ഉം 4ഉം വയസ്സായ കുഞ്ഞുങ്ങളാണ്. ആ സമയത്ത് എൻ്റെ അമ്മ അത് സമ്മതിക്കുകയും ഞാൻ അങ്ങനെ ബൈബിൾ കോളേജിൽ പോകാൻ തുടങ്ങുകയും ചെയ്തു. ആ സമയങ്ങളിലെല്ലാം നിരന്തരമായി രാത്രിയാമങ്ങളിൽ തിരുവചനം വായിക്കുന്ന ഒരു സ്വഭാവം എൻ്റെ ജീവിതത്തിൽ. അങ്ങനെ ഞാനിങ്ങനെ വചനമെല്ലാം ധ്യാനിച്ച് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ മത്തായി സുവിശേഷം 28-ാം അധ്യായത്തെ കുറിച്ചുള്ള ഒരു ഭാഗം വന്ന സമയത്ത് ആരും എൻ്റെ അടുത്ത് നിന്നുകൊണ്ട് സ്നാനപ്പെടണം എന്നുള്ളതിനെ കുറിച്ചൊരു ശബ്ദം ഞാൻ കേൾക്കുന്നു. അങ്ങനെ ഞാൻ ആ വാക്കനുസരിച്ചു. അന്ന് ഞാൻ പുസ്തകത്തിൽ കൈവച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എൻ്റെ ദൈവത്തോട്, ദൈവമേ, ഞാൻ എന്ന് സ്നാനപ്പെടുമോ അന്ന് ഞാൻ ഈ സമുദായ അംഗത്വം വിട്ട് പെന്തക്കോസ്തിൽ പോയിക്കൊള്ളാം എന്നൊരു തീരുമാനമെടുത്തു. അങ്ങനെ ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചു വരികയാണ്. ആ പഠിച്ചു വരുന്ന സമയത്ത് 2016 കാലഘട്ടത്തിൽ ഞാൻ പഠിക്കുന്ന ബൈബിൾ കോളേജിൽ റാന്നിയിലെ ഒരു ബൈബിൾ കോളേജിലായിരുന്നു. അവിടെ സ്നാനപ്പെടാൻ 1-2 അവസരങ്ങൾ എനിക്ക് ഉണ്ടായിട്ടും ഞാനതിന് മുതിർന്നില്ല. കാരണം എൻ്റെ മാതാപിതാക്കന്മാരും എല്ലാവരും ഒരുമിച്ച് സ്നാനപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. ഏതായാലും അത് 2016 ഒടുവിലായപ്പോഴത്തേനും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി. ഞങ്ങളെല്ലാം ഒരുമിച്ച് സ്നാനപ്പെട്ടു. പിറ്റേ ആഴ്ച മുതൽ ഞാൻ പെന്തക്കോസ്ത് സഭയിൽ പോകാൻ തുടങ്ങി. ആ സമയത്തും എൻ്റെ വീട്ടുകാരും തന്നെ അവിടേക്ക് വന്നില്ല. ഞാൻ ഈ ആംഗ്ലിക്കൻ ചർച്ചിലെ സഭയുടെ സെക്രട്ടറിയും സൺഡേ സ്കൂൾ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു റോൾ എനിക്ക് ആ സമയത്തുണ്ടായി. പിന്നെ ഞാൻ പെട്ടെന്നെടുത്ത തീരുമാനം ഞാൻ ദൈവസന്നിധിയിൽ നടപ്പിലാക്കുകയും എന്നാൽ എൻ്റെ കുടുംബാംഗങ്ങൾക്ക് ആ സമയത്ത് എന്നോടൊപ്പം ഇറങ്ങിത്തിരിക്കാനും കഴിഞ്ഞു. അതിനുശേഷമായി എൻ്റെ ചില സുഹൃത്തുക്കൾ, ദൈവദാസന്മാരായിട്ടുള്ള സ്നേഹിതന്മാർ എന്നെ ഒരു പരസ്യയോഗത്തിന് വിളിക്കുകയും ഞാൻ അങ്ങനെ ആദ്യമായിട്ട് പരസ്യയോഗത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോവുകയാണ്. അങ്ങനെ ആദ്യമായിട്ട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അതെന്റെ ജീവിതത്തിൽ വലിയ സന്തോഷകരമായ നിമിഷങ്ങളായി. പൊതുസ്ഥലത്ത് നിന്നുകൊണ്ട് യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുക, അവരോടൊപ്പം ചേർന്ന് പാട്ടുപാടാൻ, ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ പുതിയ ഒരു അനുഭവം. ആ ഒരു നല്ല തുടക്കത്തിന് കാരണമായത് കർത്താവിന്റെ ദാസൻ കുമ്പനാട് താമസിക്കുന്ന പാസ്റ്റർ ഷിബു ഓദറ എന്ന് പറഞ്ഞ ദൈവദാസൻ. അദ്ദേഹത്തോടൊപ്പമുള്ള ചില നാളുകൾ എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി. എനിക്കും എൻ്റെ മറ്റു ചില സ്നേഹിതന്മാരായ ദൈവദാസന്മാർക്കും വലിയ അനുഗ്രഹം. അതിനുശേഷമായിട്ട് 3 വർഷത്തെ ബൈബിൾ കോളേജിലെ പഠനങ്ങൾ കഴിഞ്ഞ് ഞാൻ മുൻപോട്ട് വന്നു. ആ സമയത്ത് ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയിൽ നിന്ന് എനിക്കൊരു മറ്റൊരു സ്ഥലത്തേക്ക് മാറേണ്ടി വന്നു. അവിടെ ഉള്ള ചെറുപ്പക്കാരായ ദൈവദാസന്മാരോടൊപ്പം ചേർന്ന് സഭാ ശുശ്രൂഷകളിൽ പങ്കെടുക്കുകയും ധാരാളം സ്ഥലങ്ങളിലേക്ക് സുവിശേഷീകരണത്തിന് പോകാനുള്ള ഒരു വാതിൽ തുറന്നു കെട്ടുകയും ചെയ്തു. അങ്ങനെ ആഴ്ചയിൽ 7 ദിവസവും സുവിശേഷീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഞങ്ങൾ പ്രവർത്തിക്കാൻ. ഞായറാഴ്ച വിശുദ്ധ സഭായുഗത്തിന് ശേഷം വീണ്ടും ഊണ് കഴിഞ്ഞ് അന്നേരം തന്നെ പരസ്യയുഗത്തിന് പോകുന്ന ഒരു പ്രകൃതത്തിലേക്ക് വന്നു. അപ്പോൾ വീട് വിട്ടുപോയി ചില ദിവസങ്ങൾ കഴിഞ്ഞ് മാത്രം വീട്ടിലേക്ക് വരുന്ന ഒരു സാഹചര്യം. അത് തുടർമാനമായി ഞാൻ അങ്ങനെ സുവിശേഷീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു വരികയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുൻപ്
നാട്ടിൽ ഓരോ ജോലികളൊക്കെ ചെയ്ത് പോന്ന ഒരു വ്യക്തിയായി. എന്നാൽ പൂർണ്ണമായിട്ടും ബൈബിൾ കോളേജിലെ പഠനമെല്ലാം കഴിഞ്ഞ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട് മുഴുവൻ സമയവും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങണമെന്നുള്ള ഒരു വലിയ വാഞ്ചയുണ്ടായി. എനിക്ക് അങ്ങനെ ഒരു ആത്മഭാരമായി. നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കൾ, അവരെ നേടണം, ഇങ്ങനെ ഒരു വലിയ ആത്മദാഹം എൻ്റെ ഉള്ളിലേക്ക് നീങ്ങും. അതിന് മുഖാന്തരമായ ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഞാൻ ഒരിക്കൽ വീട്ടിൽ കിടക്കുന്ന സമയത്ത് എൻ്റെ രണ്ട് കാതുകളിലേക്കും ഒരു വലിയ ശബ്ദം വന്ന് കയറുകയാണ്. അതൊരു ഭയങ്കര നിലവിളിയുടെയും അലർച്ചയുടെയും ശബ്ദമാണ്. 2 തവണ എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം എൻ്റെ വീട്ടിൽ വെച്ചു. അപ്പോൾ ഞാൻ കേൾക്കുന്നത് നഷ്ടപ്പെട്ടു പോയ ആത്മാക്കളുടെ നിലവിളി എൻ്റെ ചെവിക്കകത്തേക്ക് വരിക. ഞാൻ എൻ്റെ ശരീരം ആ തറയിൽ കിടന്ന് പിടയ്ക്കുന്നതിന് സമാനമാണ്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഉരുളാൻ. കുറെ സമയം എനിക്ക് അങ്ങനെ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട്. അതിനുശേഷം ഒരു നോർമൽ സ്റ്റേജിലേക്ക് വന്നപ്പോൾ എൻ്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു വലിയ ആത്മഭാരം. എനിക്ക് അതിലൂടെ ഒരു കാര്യം മനസ്സിലായി. നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ആത്മാക്കളുടെ നിലവിളിയായിരുന്നു ഞാൻ കേട്ടത്. എനിക്ക് കൂടുതൽ ആത്മദാഹം ഉണ്ടാവുകയും കൂടുതൽ സമയം കർത്താവിന് വേണ്ടി വേല ചെയ്യണമെന്നുള്ള ഒരു വലിയ ആഗ്രഹവും. അങ്ങനെ ഞാൻ മുഴുവൻ സമയവും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട് ഇറങ്ങിത്തിരിച്ചു. ഇതിനോടിടയ്ക്ക് എന്റെ സുഹൃത്തുക്കളോടൊപ്പം ഞാൻ പലപ്പോഴും പാട്ട് പാടുന്ന ഒരു രീതി ഉണ്ടായി. ഞാൻ വിശ്വാസത്തിലേക്ക് വരുന്ന ആ സമയത്ത് എൻ്റെ ഒരു സ്നേഹിതൻ മറ്റൊരു സ്ഥലത്ത് നടന്ന കൺവെൻഷൻ സ്ഥലത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോവുകയും അവിടെ എനിക്കൊരു പാടാൻ ഒരവസരം ലഭിക്കുകയും ചെയ്തു. അതിനുശേഷം ഇന്നയോളം പല സ്ഥലങ്ങളിലും വേദികളിൽ പാടാൻ കർത്താവ് എനിക്കൊരു അവസരം നൽകി. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കും. എന്നാൽ 2022 ജൂൺ മാസം 10-ാം തീയതി ഉണ്ടായ ഒരു സംഭവമാണ് കാൽപ്പാടുകൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് പോലും വരുവാനുണ്ടായ സാഹചര്യം. എന്റെ സ്നേഹിതന്മാരായ പാസ്റ്റർ രാജൻ കുട്ടി, പാസ്റ്റർ അനീഷ് കൊടിത്തോട്ടം, ഞങ്ങളുടെ 3-4 പേര് ഞങ്ങളുടെ തൊട്ടടുത്ത സ്ഥലമാണ് മുക്കുട്ടുതറ. മുക്കുട്ടുതറയിൽ ഞങ്ങൾ ഒരു മാർക്കറ്റ് റോഡിൽ നിന്നുകൊണ്ട് ഒരു പരസ്യവും നടത്തുകയാണ്. ആ സമയത്ത് ഞാൻ ആദ്യം 2 പാട്ട് പാടി. അതിനുശേഷം ഒരു 1 മണിക്കൂർ മിച്ചം ഒരു ദൈവവചന പ്രഘോഷണം നടത്തി. ശേഷം ഞങ്ങൾ ഈ ബോക്സും എല്ലാം എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങുന്ന സമയത്താണ് അവിടെ ഒരു ബിൽഡിംഗ് പണിതുകൊണ്ടിരുന്ന ഒരു കോൺട്രാക്ടർ, അദ്ദേഹത്തിന്റെ പേര് സലീം എന്നാണ്. സലീം എന്ന് പറയുന്ന ആ മാന്യ സഹോദരൻ മുൻപോട്ട് വന്ന് ഒരു പാട്ട് കൂടി പാടാമോ എന്ന് എന്നോട് ചോദിക്കുകയും ഞാൻ പറഞ്ഞു അതിനെന്താ കുഴപ്പമില്ല, പാടിയേക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ വീണ്ടും ഒരു പാട്ട് പാടാൻ തയ്യാറെടുത്തു. അങ്ങനെയാണ് മണിയറവാസം എന്ന ഒരു പാട്ട് പാടാൻ ഇടയായി. ഞാൻ ആ പാട്ട് പാടുമ്പോൾ തന്നെ ആ സ്നേഹിതൻ, ഞാൻ അദ്ദേഹത്തെ എൻ്റെ ഒരു സഹോദരനായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം മറ്റാരും ചെയ്യാത്ത ഒരു കാര്യം അദ്ദേഹം ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഒരു സഹോദരനായിട്ട് തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ കാണുന്നു. അദ്ദേഹം ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അത് ഫോണിൽ പിടിക്കുകയും അത് പിറ്റേ ദിവസം തന്നെ അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യിച്ചു. ഞാൻ വിചാരിച്ചു അദ്ദേഹം വെറുതെ ഒന്ന് കേൾക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു വീഡിയോ പിടിക്കുന്നതായിരിക്കുമെന്ന്. അപ്പോൾ ആ പാട്ട് പാടിയതിനു ശേഷം ഞങ്ങൾ ബോക്സ് എല്ലാം എടുത്തുകൊണ്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞു, അപ്പ നമ്മൾ അടുത്ത വേദിയിലേക്ക് പോവുകയാണ്. അടുത്ത വേദി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ കടത്തിണ്ണകളും അതുപോലെയുള്ള കൊച്ചു കൊച്ചു ഗ്രാമപ്രദേശങ്ങളുമാണ്. നമ്മൾ അങ്ങോട്ട് പോവുകയാണ്, ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഞാൻ നമ്മുടെ സ്വർഗീയ പിതാവുമായിട്ട് സംഭാഷണം നടത്തി പോവുകയാണ്. എന്നാൽ ഈ സഹോദരൻ ഇത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതൊന്നും ഞാൻ അറിയുന്നില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരനും എന്നെ വിളിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പാസ്റ്റർ പാടിയ പാട്ടെടുത്ത് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് അനേക ആളുകൾ അത് കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തെ ആൾക്കാർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ വ്യക്തി ആരാണ് എന്ന്. പ്രിയപ്പെട്ടവരെ പറയട്ടെ, ആ പാട്ട് അങ്ങനെ വൈറലായി. ആ സഹോദരൻ നിമിത്തം ലോകമെമ്പാടും ആ പാട്ട് വൈറലായി. അങ്ങനെയാണ് ഇന്ന് ഈ നമ്മുടെ കാൽപ്പാടുകൾ എന്ന ഈ ചാനലിലേക്കും പ്രോഗ്രാമിലേക്കും ഒക്കെ വരാൻ ഒരു മുഖാന്തരം. അങ്ങനെ സുവിശേഷീകരണ പ്രവർത്തനത്തിൽ സജീവമായി ഞാൻ മുൻപോട്ട് വരുന്ന കാലം. ആ സമയത്ത് സഭാ ശുശ്രൂഷ എടുക്കാതെ ഏകദേശം ഒരു 10-18 വർഷത്തോളമായി ഞാൻ ഇങ്ങനെ തുടർന്നു വരികയാണ്.
അതിനുശേഷം എനിക്കൊരു അവസരം മാവേലിക്കര IM ബൈബിൾ കോളേജിൽ പഠിക്കാൻ ഒരു അവസരം ഉണ്ടായി. ഏകദേശം 100-200 പേരിലധികം ഉണ്ടായിരുന്ന ആ കോളേജിൽ വെച്ച് അതിൽ നിന്ന് ഒരു ചെറിയ ശേഷിപ്പിനെ ദൈവം കണ്ടിരുന്നു, വേർതിരിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരു ടീം പ്രവർത്തനത്തോട് തുടക്കം കുറിച്ചു. മിഷൻ 1.8 ഇന്ന് ടീമിനോടൊപ്പം ചേർന്ന് ഞാൻ പ്രവർത്തിച്ചു വരികയാണ്. അനേക സ്ഥലങ്ങളിൽ ഇതിനോടകം സുവിശേഷീകരണ പ്രവർത്തനങ്ങൾ നടത്തി യേശുക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞു. പകലെല്ലാം പരസ്യവും വൈകിട്ട് മുറ്റത്ത് കൺവെൻഷൻ നടത്തുന്ന ഒരു പ്രവർത്തനമായിട്ട് അത് സജീവമായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു കാര്യം സ്നേഹത്തോടെ പറയാൻ താല്പര്യപ്പെട്ടു. സമൂഹത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോഴാണ് ധാരാളം ആളുകൾ കൈവിടപ്പെട്ടവരായി, നഷ്ടപ്പെട്ടവരായി ജീവിക്കുന്നു എന്നുള്ള സത്യസന്ധമായ ഒരു കാഴ്ച എനിക്ക് കാണാനിടയായി. അതുകൊണ്ട് മുഴുവൻ സമയം, എന്റെ ജീവിതത്തിലെ മുഴുവൻ സമയം യേശുക്രിസ്തുവിന്റെ നാമത്തിനു വേണ്ടി പ്രവർത്തിക്കണമെന്നുള്ള ഒരു തീക്ഷ്ണമായ വാഞ്ചയോടുകൂടിയാണ് ഞാൻ ദൈവസ്ഥാനം. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ തുടർമാനമായിട്ട് സുവിശേഷീകരണ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. ദീർഘമായ 18 വർഷങ്ങൾക്ക് ശേഷം ഞാൻ സഭാശുശ്രൂഷ എടുത്തിരുന്നില്ല. എന്നാൽ ഇന്ന് ഞാൻ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് 11 കിലോമീറ്റർ മാറി മണിമലയുടെ സമീപ പ്രദേശമാണ് ആലപ്ര മേലേക്കവല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സഭയുടെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥന ഞാൻ ചോദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരുപാട് ജീവിത പ്രതിസന്ധികൾ ഞങ്ങളുടെ കുടുംബത്തിനകത്ത് ഉണ്ടായി. എന്റെ ഭാര്യ എന്റെ ആത്മീക ശുശ്രൂഷയ്ക്ക് വലിയൊരു കൈത്താങ്ങൽ അന്നും. എന്നാൽ ഇടക്കാലത്ത് തനിക്ക് പെട്ടെന്ന് തൈറോയിഡിന്റെ രോഗം വന്നു. ഒരു മരണാസന്നയായി പോയ ഒരു ഘട്ടത്തിലേക്ക് മാറാനിടയായി. എന്റെ പ്രിയപ്പെട്ടവളെ എനിക്ക് നഷ്ടമായി പോകുമോ എന്നുള്ള വലിയ ആശങ്കകളോടെയാണ് ആ നാളുകളിൽ ഞാൻ ജീവിച്ചത്. നല്ല ശാരീരികമായ ആരോഗ്യമൊക്കെ ഉണ്ടായിരുന്നയാൾ പെട്ടെന്ന് ഒരു ദിവസം തീർത്തും ശരീരം മുഴുവൻ ശോഷിച്ച് ഒരു മാരക രോഗിയെ പോലെ ആയി. ഞങ്ങൾ ആകപ്പാടെ വിഷമത്തിലാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. ആളുകൾ പലരും അടക്കം പറയാൻ തുടങ്ങി. ഇവർ പ്രാർത്ഥിച്ച് അവളെ കൊല്ലും എന്ന് പറയുന്ന രീതി പോലും ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോഴൊക്കെ ദൈവമേ, ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നറിയാതെ ഞങ്ങൾ ആകപ്പാട് ഒരുപാട് വിഷമിച്ച സമയം. ജീവിതത്തിലേറ്റ പല പരാജയം, പ്രാർത്ഥനയില്, ശുശ്രൂഷ മേഖലകളിലൊക്കെ ഇത് നിമിത്തം ഞങ്ങൾ അനുഭവിച്ച ചില മാനസികമായ പ്രതിസന്ധികൾ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നടന്നിട്ടും എന്താണ് നിന്റെ കുടുംബത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള ആളുകളുടെ പല വിചാരങ്ങളും, നോട്ടങ്ങൾ, ചില അടക്കം പറച്ചിലുകളൊക്കെ ഞങ്ങളെ പലപ്പോഴും മാനസികമായി തളർത്തിക്കളയും. അങ്ങനെ ശുശ്രൂഷയ്ക്കകത്ത് പോലും വളരെ ശക്തമായി നിന്ന് എനിക്ക് മുന്നേറാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി. മാനസികമായി തകർന്നു. എനിക്കൊരു നല്ല കൈത്താങ്ങലില്ല. എന്നെ ഒന്ന് പ്രാർത്ഥിച്ച് സഹായിക്കാൻ ആരുമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ വഴുതി. എന്നാൽ ആ സമയത്തൊക്കെ എനിക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവിന് വേണ്ടി നിൽക്കണമെന്നുള്ള ഒരു വാഞ്ച എൻ്റെ ഉള്ളിൽ ഉണ്ടായി. അപ്പോഴൊക്കെ പലപ്പോഴും ദുഃഖം മറന്ന് വാഹനം ഓടിച്ചു പോകുമ്പോഴൊക്കെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചും നിരാശപ്പെട്ടും ഒക്കെ മാറിയ ഒരുപാട് സമയങ്ങൾ എൻ്റെ ജീവിതത്തിൽ എന്റെ സ്നേഹിതന്മാർ പോലും അറിഞ്ഞിട്ട്, എന്റെ കുടുംബത്തിലുള്ള ആളുകൾ പോലും അതൊന്നും അറിഞ്ഞിട്ട്, എന്റെ പ്രിയപ്പെട്ടവളെ എനിക്ക് നഷ്ടമായി പോവുകയാണോ കർത്താവേ എന്നുള്ള വലിയ തേങ്ങലും ദുഃഖവും എന്നെ പലപ്പോഴും വേട്ടയാടിക്കുന്നു. എന്നാൽ ചില നാളുകൾ 6-7 വർഷം അങ്ങനെ തുടർമാനമായ ഒരു വലിയ മരണഭീതിയും വല്ലാത്ത ഒരു പ്രതിസന്ധിയും എല്ലാം അനുഭവിച്ച് ഞങ്ങൾ മുൻപോട്ട് പോയി. എന്നാൽ ഈ കഴിഞ്ഞ 2 വർഷമായി എൻ്റെ പ്രിയപ്പെട്ടവൾക്ക് ഒരുപാട് സൗഖ്യം ദൈവം നൽകി. ഇന്ന് താൻ ആരോഗ്യവതിയായിരിക്കും. പിന്നെ 2 കുഞ്ഞുങ്ങൾ, വളരെ അനുഗ്രഹിക്കപ്പെട്ട 2 തലമുറകളെ ദൈവം ഞങ്ങൾക്ക് തന്നു. അവരൊക്കെയും വളരെ വിശ്വാസത്തോടെ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നു. ഞങ്ങളുടെ ഈ സാക്ഷ്യം കേൾക്കുന്ന ഏതൊരാളോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ജീവിതത്തിനകത്ത് തകർന്നു പോകുന്ന, ഇനി ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റുകയില്ല എന്ന് പറയുന്ന, നമ്മൾ ഒറ്റപ്പെട്ട് കരഞ്ഞും നിലവിളിച്ചും പോകേണ്ടി വരുന്ന ചില സാഹചര്യങ്ങൾ, അവിടെയൊക്കെ കാർമേഘത്തിനകത്ത് കാണുന്ന ഒരു വെള്ളി വെളിച്ചം പോലെ ദൈവത്തിന്റെ പല വാഗ്ദത്തങ്ങളും വചനങ്ങളും നമ്മുടെ ഹൃദയാന്തർ ഭാഗത്ത് നിന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിട്ടുണ്ട്.
ഇന്നും പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പ്രോഗ്രാമിൽ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഏത് സാഹചര്യങ്ങൾക്കകത്തുകൂടി കടന്നുപോയാലും നമ്മളെ കണ്ട ദൈവം, എന്റെ അധ്യാപകൻ എന്നെ പറഞ്ഞ ഒരു കാര്യം, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഒരു ചെറിയ ഇറച്ചി കഷ്ണമാകുന്നതിന് മുൻപ് നിന്നെ കണ്ട ദൈവമാണ്. അന്ത്യത്തോളം നടത്താൻ ആ ദൈവം വിശ്വസ്തനാണ്. ആ ദൈവത്തിൽ പൂർണ്ണമായി അടിയുറച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ കർത്താവ് ഈ നാടുകളിൽ സഹായിച്ചു. ഇനിയും ധാരാളം ഇടങ്ങളിൽ എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യം പങ്കുവെക്കണം എന്നുള്ള വലിയ ആഗ്രഹം എനിക്ക്. ഇന്നുവരെയും ദൈവം അതിന് സഹായിച്ചു കൊണ്ടിരിക്കും. പ്രതിഫലേച്ഛ നോക്കാതെ പലയിടങ്ങളിൽ കർത്താവിന് വേണ്ടി പോയി പാടുവാനും സുവിശേഷം അറിയിക്കുവാനും എല്ലാം ദൈവം സഹായിച്ചു. പലരും സുവിശേഷം അറിഞ്ഞിട്ടും അറിയിക്കാതെ മറ്റു മേഖലകൾ തെരഞ്ഞെടുക്കുമ്പോൾ അകത്തും വലിയ ഭാരവും വേദനയും. ദൈവമേ, നമ്മുടെ കണ്ണിന്റെ മുൻപിൽ നിൽക്കുന്ന ഒരാൾ നഷ്ടപ്പെട്ടു പോയാൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ എന്നോർത്ത് പലപ്പോഴും ഒരുപാട് ഭാരം. പലപ്പോഴും ഞാൻ ശാരീരികമായി ഒരുപാട് കഷ്ടങ്ങളിലേക്ക് കടന്നു. 2 പ്രാവശ്യം തുടർമാനമായിട്ട് എനിക്ക് ന്യൂമോണിയ ബാധിച്ചു. ഞാൻ വിശ്വാസത്തിലേക്ക് ഇറങ്ങി തിരിച്ച സമയത്ത് ഞാൻ മരുന്ന് കഴിക്കാതെ കുറച്ചു നാൾ മുൻപോട്ട് പോകും. അങ്ങനെ പെട്ടെന്ന് എനിക്കൊരു രോഗമൊക്കെ വന്നു. വലിയ പ്രയാസങ്ങളുണ്ടായി. 2 പ്രാവശ്യം തുടർമാനമായിട്ട് ന്യൂമോണിയ ബാധിച്ചു. ശ്വാസം മുട്ടലിന്റെ വല്ലാത്ത പ്രയാസമുണ്ടായി. അത് ബ്രോങ്കൈറ്റിസിന്റെ സ്റ്റേജിലെത്തി. ആ സമയത്തും എനിക്ക് ഒരു ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടാൻ കഴിയാത്തത് പോലുള്ള ചില ബുദ്ധിമുട്ടുകൾ. എന്നാൽ ദൈവത്തെ ആശ്രയിക്കുകയും കർത്താവ് അതിനൊക്കെ ഒരു ശമനം തരികയും പൂർണ്ണമായിട്ടത് മാറിയിട്ടില്ല എങ്കിലും കർത്താവിന് വേണ്ടി ഇന്നും ഓടുവാനും അധ്വാനിക്കുവാനും ഒക്കെ ഉള്ള ഒരു വാഞ്ചയോടെ ഞാൻ മുൻപോട്ട്. ഞങ്ങളുടെ ആത്മീയ പ്രവർത്തനങ്ങളെ ഓർത്തുകൊണ്ട്, ഞങ്ങൾ ചെയ്തു വരുന്ന ശുശ്രൂഷകളൊക്കെ ഓർത്തുകൊണ്ട് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന ഞാൻ ചോദിക്കുകയാണ്. ഇനിയും അനേകം ആളുകൾ കർത്താവിനെ അറിയാനുണ്ട്, യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കാനുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണ സമയവും ഞാൻ എൻ്റെ ജോലിയെല്ലാം ഉപേക്ഷിച്ച് പൂർണ്ണ സമയം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച ഒരാളാണ്. ഇനിയും അനേക ഇടങ്ങളിലേക്ക് പോകുവാനും വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ കഷ്ടത അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരോടൊപ്പം അവിടെയൊക്കെ പോയി കർത്താവിന്റെ വേല ചെയ്യാനും അവർക്കൊക്കെ വേണ്ടി അവരോടൊപ്പം ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനും ഒക്കെയുള്ള വലിയ വാഞ്ചയോടെയാണ് ഞാൻ ഈ നാടുകളിൽ മുൻപോട്ട് പോകുന്നത്. അങ്ങനെ ഇനിയും അനേക ഇടങ്ങളിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള നിർമ്മല സുവിശേഷം എത്തേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരു എളിയ കർത്തൃദാസൻ എന്നുള്ളതിനെ ഞാൻ അപേക്ഷിക്കുകയാണ്. നമുക്ക് ഈ ഭൂമിയിൽ വീണ് കിട്ടിയ ഒരു വിലപ്പെട്ട സമയങ്ങൾ ഇനിയും അനേകർ കർത്താവിനെ അറിയാൻ. ഈ അറിഞ്ഞ സന്തോഷം നമുക്ക് എത്രമാത്രം വലുതാണ്. ഇനിയും അനേകരിലേക്ക് ഈ സുവിശേഷത്തിന്റെ ദൗത്യവുമായി പോകേണ്ടത്. അതുകൊണ്ട് ദൈവവേലയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി ഇറങ്ങിത്തിരിച്ച ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും നിങ്ങളും പൗലോസ് പറഞ്ഞതുപോലെ പോരാണ്. പൗലോസ് പറഞ്ഞ ഒരു വാക്യം എന്റെ ഓർമ്മയിലേക്ക് വരിക, ഈ ചങ്ങല ഒഴികെ നിങ്ങൾ എല്ലാവരും ക്രിസ്ത്യാനികളായി തീരണം എന്നുള്ള ഒരു വലിയ പൗലോസിന്റെ പ്രസ്താവന. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു അത് നീയും ഓർക്കാം എന്നുള്ള നമ്മുടെ നാഥന്റെ വചനങ്ങളെല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് ഈ നാടുകളിൽ ഞങ്ങൾ അഹോരാത്രം വേല ചെയ്യുക. ഒരുപാട് ദീർഘദൂരം യാത്ര ചെയ്താണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പല ശാരീരികമായ ക്ലേശങ്ങളുണ്ടെങ്കിലും ദൈവത്തെക്കുറിച്ചും സുവിശേഷത്തെക്കുറിച്ചും അറിയിക്കണം എന്നുള്ള വാഞ്ചയാൽ ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആത്മാർത്ഥമായി ഞങ്ങൾ പ്രവർത്തിച്ചു വരികയാണ്. നിങ്ങളുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥന മാത്രം ചോദിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയും അവിടുത്തെ സാക്ഷ്യത്തെയും കുറിച്ചും പറയുവാനുള്ള ഒരു വിലപ്പെട്ട അവസരമായിട്ട് ഞാനിത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളോടൊപ്പം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമേ എന്ന് മാത്രം അപേക്ഷിക്കുന്നു. ഇനിയും മറ്റൊരു കാര്യം കൂടി ഓർപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഞാൻ അറിഞ്ഞ ഈ വിശ്വാസത്തെ എൻ്റെ പ്രിയപ്പെട്ടവരുടെ കുടുംബം ഹൈന്ദവ പശ്ചാത്തലത്തിലാണ് നിൽക്കുന്നത്. അവരാരും തന്നെ ഈ മാർഗത്തെ കുറിച്ച് വേണ്ടതുപോലെ അറിയുന്നവരല്ല. അതുപോലെ എൻ്റെ ഇളയ സഹോദരി ഒന്നും പൂർണ്ണമായും രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നിട്ടില്ല. ഞങ്ങൾ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു. നിങ്ങളുടെ ഈ ആത്മാർത്ഥമായ പ്രാർത്ഥന ഞങ്ങൾ ചോദിക്കും. ഈ ചാനലിൽ കൂടി ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഹൃദയംഗമായി നന്ദി വാക്കുകളിലൂടെ അറിയിക്കുന്നു. നമ്മുടെ കർത്താവ് വരുവാൻ ആസന്നമായിരിക്കുന്ന കാലഘട്ടം ഇനിയും അധികം പ്രവർത്തിക്കുവാൻ നമുക്കെല്ലാവർക്കും കർത്താവ് ധാരാളം കൃപ നൽകട്ടെ എന്ന് ഓർപ്പിച്ച് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.